ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പ്രവാസി ക്ഷേമനിധിയിൽ സിഗ്നേച്ചർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കേരള പ്രവാസി ക്ഷേമനിധി എങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ കേരള പ്രവാസി ക്ഷേമനിധി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ പ്രവാസി കാർഡ് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള സിഗ്നേച്ചർ മാറ്റി പുതിയൊരു സിഗ്നേച്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനെ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേരള പ്രവാസി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. മൂന്നാമത് കാണുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഉള്ളവർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ഇമെയിൽ ഐ ഡി അത് മുകളിലത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ്, അതിലെന്താണോ കാണുന്നത് ആ ഒരു ക്യാപ്ച കോഡ് അതിൽ ഉള്ളതുപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇതാണ് നമ്മുടെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഹോം പേജ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, മെമ്പർഷിപ്പ് നമ്പർ എല്ലാം കാണാൻ സാധിക്കും. നമുക്ക് സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാനായി ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അവിടെ ഫോട്ടോ സിഗ്നേച്ചർ എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് സെലക്ട് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക. ഇവിടെയായിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള സിഗ്നേച്ചർ കാണാൻ സാധിക്കും. പുതിയ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാൻ ചോയ്സ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ എവിടെയാണോ സിഗ്നേച്ചർ നിങ്ങൾ സിഗ്നേച്ചർ ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വയ്ക്കുക. ആ ഒരു ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഈ കാണുന്ന OTP വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. കൺഫർമേഷൻ പേജാണ്. അത് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. സക്സസ്ഫുള്ളായിട്ട് സേവ് ആയി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കേരള പ്രവാസിയിൽ നേരത്തെ കൊടുത്തിട്ടുള്ള സിഗ്നേച്ചർ മാറ്റി പുതിയൊരു സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കേരള പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ അംഗത്വം എടുക്കാം, അതുപോലെ നമ്മുടെ ക്ഷേമനിധി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രവാസി കാർഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.